ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നോമ്പിന്റെ ആരംഭം. ഇന്ന് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ ആവർത്തന പുസ്തകം 30-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും, വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുമാകുന്നു. ഈ വേദഭാഗങ്ങളെ ആസ്പദമാക്കി സഭയായി നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം സകലത്തെയും രൂപാന്തരപ്പെടുത്തുന്ന യേശു ക്രിസ്തു എന്നുള്ളതാണ്. സകലത്തെയും രൂപാന്തരപ്പെടുത്തുന്ന യേശു ക്രിസ്തു. രൂപത്തിലോ ഭാവത്തിലോ സ്വഭാവത്തിലോ ഒക്കെ വരുന്ന മാറ്റങ്ങളെയാണ് രൂപാന്തരം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചിത്രശലഭം പോലെയുള്ള ശലഭങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കറിയാം. ഓരോ ഘട്ടവും സുന്ദരമാക്കുന്ന മാറ്റങ്ങൾ അവിടെ നമുക്ക് ദർശിക്കാം. ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോഴാണ് ഒരു ചിത്രശലഭം രൂപം കൊള്ളുന്നത്. ചിത്രശലഭം മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളിലും ചില രൂപമാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാം. കാലഘട്ടത്തിനനുസരിച്ചാണ് രൂപമാറ്റങ്ങളും സംഭവിക്കുന്നത്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ക്രിസ്തു അനുയായിക്ക് സ്വാഭാവികമായി മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടമാണ് നോമ്പിന്റെ ഈ നാളുകൾ. ഈ 50 ദിവസങ്ങൾ നമ്മുടെ ജീവിത ശൈലിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. അത് നിലനിൽക്കുന്നതാകണം. ആയതിന് എന്ത് ചെയ്യണമെന്ന് ഈ വേദഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് നടക്കുക. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുകയും നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി തിരികുകയും ചെയ്ത യഹോവ നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചിരിക്കുന്നത് പോലെ നിന്നിലും നന്മയ്ക്കായിട്ട് വീണ്ടും പ്രസാദിക്കും. യഹോവയുടെ വാക്ക് കേട്ട് അനുസരിക്കുക. അതിന്റെ കുറവ് ഇന്ന് നമ്മളിൽ ഉണ്ടാകും. അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന മക്കൾക്ക് നന്മയുടെ അനുഭവം ഉണ്ടാകും. അത് ഉദാഹരണ സഹിതം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. യേശു ക്രിസ്തുവിന്റെ വാക്ക് കേട്ട് അനുസരിച്ചതിന്റെ ഫലം ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കൽപാത്രങ്ങൾ നിറവിന്റെ അനുഭവങ്ങളായി മാറുന്നു. ഒഴിഞ്ഞ മൂലയിൽ നിന്ന് ഭക്ഷണമേശയിലേക്ക് പ്രവേശിക്കപ്പെടുന്നു. കർത്താവ് തന്റെ ആദ്യ അടയാളത്തിൽ തന്നെ ശിഷ്യഗണത്തോടും സമൂഹത്തോടും പറയുവാൻ ശ്രമിക്കുന്ന ഒരു പാഠം അനുസരിക്കുന്നത് വലിയ മാറ്റത്തിലേക്കുള്ള ആരംഭം എന്നാണ്. ഈ നോമ്പ് കാലവും ദൈവവചനത്തിന്റെ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അനുസരിക്കുന്നത് നമ്മെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നു. നോമ്പ് കാലത്ത് 50 ദിവസവും നാം ദൈവവചനം ശ്രവിക്കുന്നുണ്ട്. എന്നാൽ അത് അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുക. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു: നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. യാഗം എന്നത് ആരാധനയാണ്. നമ്മുടെ ജീവിതം ആരാധനയായി മാറണം. അതിന് ജീവിതം സാക്ഷ്യമുള്ളതാകണം. ശരീരങ്ങൾ ജീവനും വിശുദ്ധിയും ഉള്ളതായി തീരണമെങ്കിൽ നാം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ജീവിതം ആരാധനയാകണം. അബ്രഹാം താൻ നിന്ന ഇടങ്ങളിലെല്ലാം യാഗം അർപ്പിച്ചുവെന്ന് വേദഭാഗങ്ങളിൽ നമുക്ക് വായിക്കാം. യാഗം അർപ്പിച്ചത് മാത്രമല്ല, ജീവിതത്തിലും ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ അബ്രഹാം മുൻഗണന നൽകിയിരുന്നു. സഹോദര പുത്രനെ സ്നേഹിച്ചപ്പോഴും
സമ്പത്ത് വിഭാഗിച്ച് നൽകിയപ്പോഴും ഒക്കെ തന്നെ സ്നേഹിക്കുകയും സാക്ഷ്യ ജീവിതം നയിക്കുകയും ചെയ്തു. പുറമേയുള്ള ആരാധന മാത്രമല്ല, അകമയുള്ള ആരാധനയും അബ്രഹാമിന്റെ ജീവിതത്തിൽ സാധ്യമായി തുടങ്ങി. അങ്ങനെയുള്ള ഒരു ആരാധനാ ജീവിതം ഉണ്ടാകുവാനായി ഈ 50 ദിവസക്കാലം നമുക്ക് സാധിക്കുന്നു. രൂപാന്തരത്തിന്റെ അനുഭവം ഈ 50 ദിവസം കൊണ്ട് യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രമല്ല, അനുസരിക്കുന്നവരുമായി തീരണം. കൂടാതെ 50 ദിവസം മുടങ്ങാതെ സന്ധ്യാ നമസ്കാരത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ സാക്ഷ്യമായി മാറും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ശക്തി